നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം തോപ്പുംപടി ഏരിയയിൽ നിന്ന് കുറച്ച് ഡെലിവറിയും പിക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിക്കപ്പ് എടുത്തുകൊണ്ടുവന്ന ഐറ്റംസൊക്കെ ഒന്ന് ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം ഒരാഴ്ചയായി തോന്നുന്നു നമ്മളവിടുന്ന് വർക്കുകൾ എടുത്തിട്ട്. അപ്പോൾ വർക്കുകൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ വർക്കുകൾ ഇന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പോകണം. പിന്നെ അതിനുശേഷം നമുക്ക് അവിടെ ഒരു 1-2 പുതിയ ഈവൻസിൻ്റെ വർക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വർക്കുകളൊന്ന് പിക്കപ്പ് ചെയ്യണം. അതിനുശേഷം നമുക്ക് പ്ലാന്റിൻ്റെ അകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ പരിചയപ്പെടുത്താം. പ്ലാന്റിൻ്റെ അകത്ത് വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വണ്ടിക്കകത്ത് ഓൾറെഡി സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. ബില്ലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഡെലിവറി കൊണ്ടുപോയി കൊടുത്താൽ മതി. നമ്മുടെ ഒരു ഡ്രൈവറിന് പനി ആയതുകൊണ്ട് ഇന്ന് ഡെലിവറിക്ക് പോകുന്നത് ഞാനാണ്. ഒരു വണ്ടിയുടെ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരന് ഹോട്ടൽ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള ഈവൻസിൻ്റെ ഡെലിവറിയും കാര്യങ്ങളെല്ലാം ഞാനാണെന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ തോപ്പുംപടിക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് ലോഡ് തോപ്പുംപടിക്കുള്ള ഏരിയയിലേക്കുള്ള ലോഡുകളെല്ലാം കയറ്റി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ തോപ്പുംപടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്കാണെങ്കിൽ നല്ല അടിപൊളി മഴ. തോപ്പുംപടി പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തോപ്പുംപടി എത്തി കേട്ടോ. ആ കാണുന്ന കവാടം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തോപ്പുംപടി ജംഗ്ഷനിലെത്തി. ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. ഇതാണ് ലൊക്കേഷൻ. കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത ഫസ്റ്റ് ലൊക്കേഷൻ. അപ്പോൾ നമ്മളിവിടെ സാധനങ്ങൾ ഇറക്കി കൊടുത്തിട്ട് ഇവിടുന്ന് സാധനങ്ങൾ എടുക്കാനുണ്ട്. സാധനങ്ങൾ എടുത്തതിന് ശേഷം വേണം തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത സ്ഥലത്ത് ഡെലിവറിക്ക് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ ഓൾറെഡി സാധനങ്ങൾ നമ്മൾ ഇറക്കി കൊടുത്തു. നമുക്കിത് തോപ്പുംപടി ഏരിയയിലെ ഡെലിവറി വളരെ കുറവാണ് കേട്ടോ. ഇന്ന് 2 സ്ഥലത്ത് മാത്രമേ ഡെലിവറി ഉള്ളൂ. 2 ഡെലിവറിയും ഒരു 3 പിക്കപ്പുമാണ് ഇന്നുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ പുതിയതായിട്ട് നമ്മൾ വർക്ക് എടുക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. ബാക്കി 2 സ്ഥലത്ത് നിന്ന് നമുക്ക് സ്ഥിരം വർക്ക് വരുന്നവരായതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ എടുത്തില്ല എന്നുള്ളൂ. നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തു നിന്നാണ് നമുക്കൊരു വർക്ക് എടുക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി ഫോർട്ട് കൊച്ചി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി. നമുക്ക് ഇപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ്, അതായത് ഫോർട്ട് കൊച്ചിയുടെ ഉൾഭാഗത്തേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതേപോലെ ഫുൾ കൺജസ്റ്റഡ് ആയിട്ട് വഴികളായിരിക്കും. പിന്നെ വീടുകളൊക്കെ ആണെങ്കിലും അടുപ്പിച്ചുള്ള വീടുകളൊക്കെയാണ്. ആകെ ചെറിയ വഴിയായിരിക്കും, അടുപ്പിച്ചുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതേപോലെ അടുപ്പിച്ച് വീടുകളാണ്. നമുക്ക് ഇവിടെ നിന്ന് ആണ് വർക്ക് എടുക്കാറുള്ളത്. അപ്പോൾ ഗൈസ്, നമുക്കൊരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ വർക്ക് എടുക്കാൻ വന്നിരിക്കുന്ന സ്ഥലം ഇതായിരുന്നു. പക്ഷേ നമുക്ക് നല്ല 8ൻ്റെ പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരും പള്ളിയിൽ പോയിക്കുവാന്ന് തോന്നുന്നു. ഒരു 2 മണിക്കൂർ നേരത്തേക്ക് എന്തായാലും പോസ്റ്റായിരിക്കും. അവർ പള്ളിയിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അവന്മാർ സാധനങ്ങൾ ഇറക്കി തന്നു തുടങ്ങി. എൻ്റെ പൊക്കത്തുനിന്ന് വേണം കേട്ടോ സാധനം കയറ്റി ഇറക്കി കൊണ്ടുപോകാൻ. അപ്പോൾ ഗൈസ്, ഇന്ന് തോപ്പുംപടി ഏരിയയിൽ നിന്നുള്ള ഓൾമോസ്റ്റ് വർക്കുകളെല്ലാം എടുത്തു കഴിഞ്ഞു. മഴ ആയതുകൊണ്ട് മൊത്തത്തിൽ വർക്ക് ഇച്ചിരി കുറവാണ്. എന്നാലും അത്യാവശ്യം വർക്കുണ്ട്. നമുക്ക് ആകെ 2-3 ടീംസിൻ്റെ വർക്കുകൾ മാത്രമേ ഇന്ന് തോപ്പുംപടിയിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ പിക്കപ്പും ഡെലിവറിയൊക്കെ തോപ്പുംപടി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഈ പുറത്ത് കിടക്കുന്നതെല്ലാം ഹോട്ടൽ റൂംസിൻ്റെ തുണികളാണ് കേട്ടോ. അവരുടെ ബ്ലാങ്കറ്റ്സ് ഉണ്ട്, ബാത്ത് ടവൽസ് ഉണ്ട്, അകത്ത് അവരുടെ ബെഡ്ഷീറ്റ്, ഡുവറ്റ് കവർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. ഇപ്പോൾ ഇന്നിപ്പോൾ ചെറുതായിട്ട് വെയിൽ കിട്ടിയതുകൊണ്ട് നമ്മൾ വെയിലത്തിട്ടേക്കുവാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞ ഹോട്ടൽ റൂംസിൻ്റെ ഓണേഴ്സിൻ്റെ ധോത്തികളും കാര്യങ്ങളെല്ലാം വാഷ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങേറ്റത്ത് ഹോട്ടൽ റൂംസിൻ്റെ തന്നെ പില്ലോ കവറുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്ന് വെയിലുള്ളതുകൊണ്ട് വെയിലത്തിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ വെയിലത്തിട്ട് ഉണക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ള തുണികൾക്ക് ബ്രൈറ്റ്നെസ് കൂടുതൽ കിട്ടാനായിട്ട് ഏറ്റവും നല്ല വെയിലത്തിട്ട് ഉണക്കുന്നതാണ്. ഇനി പ്ലാന്റിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോകാനായിട്ടുള്ള ഈവൻസിൻ്റെ തുണികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെയർ, ടേബിൾ ടോപ്പ് സാധനങ്ങളൊക്കെയാണ്. ഇതെല്ലാം മടക്കി വെച്ചേക്കുവാണ്. പിന്നെ ടേബിളിൻ്റെ കവറുകളുണ്ട്. പിന്നെ ഇത് ഹോട്ടൽ റൂംസിൻ്റെ സാധനങ്ങൾ ഡ്രയറിലിട്ടിട്ട് ഉണക്കിയത് പുറത്തേക്ക് മടക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതെല്ലാം ഹോട്ടൽ റൂംസിൻ്റെ ചെയർ കവറുകളാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വന്ന വർക്കുകളാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് വർക്കുകൾ വാഷ് ചെയ്യാൻ വന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കസ്റ്റമർ ലോണ്ടറീസിൻ്റെ അയണിങ് മാത്രമായിട്ട് വന്നിരിക്കുന്നതെല്ലാം അയൺ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പാക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. ഇതെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്.